Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നൊരു പുതിയ മാസം ആരംഭിക്കുകയാണ്, ഓഗസ്റ്റ് 1. ഈ ഒരു മാസം മുഴുവൻ നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ബ്ലെസ്സിങ് ടുഡേയുടെ ഓരോ വ്യൂവറുടെയും ലൈഫിൽ ഉണ്ടാകട്ടെ എന്നെൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിനായി ആദ്യമേ തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ബാബു സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ പിങ്ക് മൂൺ സൈമൺ കർത്താവെ ഇന്ന് തൻ്റെ 17ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണല്ലോ. ഞങ്ങൾ ചേർന്ന് തന്നെ അനുഗ്രഹിക്കുന്നു. ബാബു സൈമനായി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. തൻ്റെ വൈഫ് ലിജിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീക നന്മകളും കർത്താവെ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് പിങ്ക് മൂൺ സൈമനായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പിങ്ക് മൂൺ സൈമൺ. May God bless you a lot. നമുക്ക് അടുത്ത സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്ന് സജി സാമുവലിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താനും തൻ്റെ വൈഫ് എലിസബത്തും ജോലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മൊത്തത്തിലുള്ള വെൽബീയിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ഹോപ്പ് മേരി സാമുവലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ ഷീലൻ എബ്രഹാം സാമുവലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. മാത്രമല്ല എല്ലാവിധ രോഗങ്ങളും അവരിൽ നിന്ന് മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല കർത്താവെ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും വെൽബീയിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ഫാമിലിയെ ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോഴഞ്ചേരിയിൽ ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം. ഓഗസ്റ്റ് 9, 10, 11 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി 3 സെഷനുകൾ. സമയം രാവിലെ 10-നും ഉച്ചയ്ക്ക് 3-നും വൈകിട്ട് 6-നും. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ഇനി നമ്മൾ ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്കാണ് പോകുന്നത്. പുനലൂരിൽ പ്രസ്താവിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എല്ലാ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും ബ്ലെസ്സിങ് സെൻറ്ററുകളിലും എല്ലാം നിരന്തരമായ അനേകരുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയുമ്പോൾ ഐ എം റിയലി ഇമോഷണൽ ആൻഡ് എക്സൈറ്റഡ് ബിക്കോസ് കർത്താവ് എത്ര നല്ലവനാണ്. ജനങ്ങളെ കണ്ട് വലിയ മനസ്സലിവോടുകൂടെ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ആ യേശു കർത്താവ്. ഇന്ന് ഈ സാക്ഷ്യം കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിലും യേശു മതിയായവനാണ് എന്ന് ഉള്ളിൽ വിശ്വസിക്കുക.
സഹോദരിയുടെ പേര് അനു, ഭർത്താവിൻ്റെ പേര് ജോബു. ഭർത്താവ് ഡൽഹിയിൽ നഴ്സിംഗിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോയിരുന്നു. അവിടെ സ്റ്റുഡൻസ് വിസയിലാണ് പോയത്. അവിടെ ചെന്ന് തനിക്ക് കുറച്ച് മാസങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ തനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. പക്ഷെ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ അപ്ലൈ ചെയ്തിട്ടും തനിക്കൊരു ജോലി കിട്ടിയില്ല. തനിക്ക് കിട്ടിയത് ഒരു ചെറിയൊരു സ്ഥലത്താണ്. അത് ആഴ്ചയിൽ 4 ദിവസമേ ഉള്ളൂ. ചെറിയൊരു ശമ്പളത്തിന് ഒരു ജോലി കിട്ടിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 30-ാം തീയതി തനിക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ന്യൂസിലൻഡിലുള്ള പൊതുവേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരിക്കും, ഇടിയായിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട്. 80 പേരാണ് ആ മുഴുവൻ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തു. ഇന്നലെ കിട്ടിയ സന്തോഷ വാർത്ത, ആ 3 പേരിൽ നിന്ന് ജോലി കിട്ടിയ വ്യക്തി ജോബു ആണ്. തന്റെ അതിന് നടന്നതിനൊരു കാരണം കൂടിയുണ്ട്. നമുക്ക് പുനലൂർ ഒരു ബ്ലെസ്സിംഗ് സെന്റർ നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടിൽ അവിടെ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ കോൾ സെന്ററിലും താൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. തനിക്ക് ആ 80 പേരിൽ നിന്ന് തനിക്ക് ആ ഒരു ജോലി ലഭിച്ചു. തന്നെ അവിടെ പോയിട്ട് തന്നെ ഇപ്പോ 1 വർഷത്തോളമായല്ലേ? 1 വർഷത്തോളമായി. 1 വർഷത്തോളം ഇപ്പൊ ന്യൂസിലൻഡിലാണ്. അപ്പോ സിസ്റ്റർ പോകുന്നില്ല അങ്ങോട്ട്? അവർ വളരെ അടുത്താണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം ഉടനെ തന്നെയാണ് ബ്രദർ അങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് പോയത്. പോകണ്ടേ? പ്രാർത്ഥിച്ചാലോ? കൈനീട്ടി പ്രാർത്ഥിച്ചേ. ഈ മോളുടെ നേരെ കൈനീട്ടി. കർത്താവേ, അവർക്കൊരു കുടുംബജീവിതം ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവേ, ഇവൾക്കും എത്രയും വേഗം ന്യൂസിലൻഡിലേക്ക് പോകാൻ, ഒരുമിച്ച് അവിടെ ആയിരിക്കുവാൻ, ജോലി ചെയ്യുവാൻ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത അത്ഭുതത്തിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ഇന്ന് ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിൽ 11ാമത്തെ പാർട്ടിലേക്ക് കയറുക. And I believe you enjoy this study series. കർത്താവ് ഈ ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ പൗലോസിനെ പോലെ പാഷനേറ്റായി യേശുവിന് വേണ്ടി നിൽക്കാനും ആത്മീയമായി ഒത്തിരി റിച്ചാകുവാനും ഒക്കെ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളുടെ ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേൻ എടുക്കുക, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നോട്ട്സ് കുറിച്ച് വയ്ക്കുന്ന അവിടെ ആ കുറിച്ച് വെച്ച് അനുഗ്രഹങ്ങളാൽ നിറയുക. വചന സന്ദേശത്തിന് ശേഷം I will come back to pray for you. He is giving some instructions in 2nd chapter for unity in the church. അതുകൊണ്ട് ഇവിടെ സഭയിൽ ഉണ്ടായിരിക്കേണ്ട ചില ഐക്യതയെക്കുറിച്ച് ഈ 2ാം അധ്യായത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നു. Now, when Paul was ministering at this time, there were many churches. പൗലോസ് ഈ ശുശ്രൂഷിക്കുന്ന ഈ സമയത്ത് ധാരാളം സഭകൾ അന്നേരമുണ്ട്. When he wrote to Corinthians, he wrote very strong rebuking, admonishing language. നോക്കൂ, കൊരിന്ത്യർക്ക് ഒരു കത്തെഴുതുന്ന സമയത്ത് കൊരിന്ത്യ ലേഖനം വായിച്ചാൽ അറിയാം, അവരെ ശാസിക്കുന്ന, അവർക്ക് തർജ്ജനം കൊടുക്കുന്ന ചില വാക്കുകളിലാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. And in Galatians he is writing strong language. അതുപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിലും കത്തിലും വളരെ ശക്തമായ വാക്കുകളാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. But in this letter he is not using such language. എന്നാൽ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ കത്തിലാകട്ടെ ഇത്തരം കടുപ്പമേറിയ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. Because they have grown into maturity. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ പക്വതയിൽ വളർത്തപ്പെട്ടവരായിരുന്നു. Corinthians he called babes in Christ. കൊരിന്ത്യരിലുള്ള വിശ്വാസികളെ വിളിച്ചത് ക്രിസ്തുവിൽ ശിശുക്കളെ എന്നായിരുന്നു. But here he is not using any such language because they were growing in Christ. എന്നാൽ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ഇത്തരം വാക്കുകളൊന്നും പൗലോസ് അവിടുത്തെ സഭയിലെ വിശ്വാസികളെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ആത്മാവിൽ പക്വതയോടെ വളർത്തപ്പെട്ടവരായിരുന്നു. Hallelujah. Hallelujah. How many of you want to grow in Christ? നിങ്ങൾ എത്ര പേർ ക്രിസ്തുവിൽ ആത്മാവിൽ വളർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ.
Hallelujah. Hallelujah. If you look back to the history of this blessing center, ഈ ബ്ലെസ്സിംഗ് സെന്ററിന്റെ ചരിത്രത്തിലേക്ക് നാം പിന്തിരിഞ്ഞു നോക്കിയാൽ we have gone through many challenges. നാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളിലൂടെ ഒരു സമയത്ത് കടന്നു I പോയിട്ടുണ്ട്. mean, this blessing center has gone through different challenges. ഈ ബ്ലെസ്സിംഗ് സെന്റർ തന്നെ വിവിധ വെല്ലുവിളികളിലൂടെ കടന്നുപോയ People കാലമുണ്ടായിരുന്നു. came with different opinions. We should go this way or that way. ജനങ്ങൾ വിവിധ ആശയങ്ങളുമായിട്ട് അവരുടെ തീരുമാനങ്ങളുമായി വന്ന് ആ വഴിക്ക് ഈ വഴിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. But I stood for the purpose of Christ. എന്നാൽ അന്നെല്ലാം ക്രിസ്തുവിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ നിലകൊണ്ടിരുന്നു. Hallelujah. Hallelujah. It's not my opinion or your opinion. It is the opinion of Jesus. ഇത് ഒരിക്കലും എന്റെ തീരുമാനമോ നിങ്ങളുടെ തീരുമാനമോ അല്ല, മറിച്ച് നമ്മുടെ ക്രിസ്തുവിന്റെ, നമ്മുടെ കർത്താവിന്റെ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. Hallelujah. Hallelujah. So we all should be submissive to the head who is Christ. അതുകൊണ്ട് നാം എല്ലാവരും തന്നെ തലയായിട്ടുള്ള ക്രിസ്തുവിന്റെ മുൻപാകെ കീഴടങ്ങിയിരിക്കേണ്ടവരാണ്. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Then he says, for this we should make Jesus as an example. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇക്കാര്യത്തിൽ നമുക്ക് യേശു തന്നെ മാതൃകയായിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Tell your neighbor, Jesus is our model. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, യേശുവാണ് നമ്മുടെ മാതൃക. പറഞ്ഞാലും Tell യേശുവാണ്. 4 persons. ഒരു 4 പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശുവാണ് നമ്മുടെ മാതൃക. Jesus is a perfect example. യേശുവാണ് നമ്മുടെ ഏറ്റവും ഉത്തമമായ മാതൃക എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Now we are going to read from verse number 1. ഇനിയിപ്പോ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നാം വായിക്കാൻ പോകുകയാണ്. If you have any encouragement from being united with Christ, if any comfort from his love, if any fellowship with the Spirit, if any tenderness and compassion, then make my joy complete by being like-minded, having the same love, being one in spirit and purpose. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോത്സാഹനമോ അവിടുത്തെ സ്നേഹത്താലുള്ള എന്തെങ്കിലും ആശ്വാസമോ ആത്മാവിലുള്ള എന്തെങ്കിലും കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ആർദ്രതയോ അനുകമ്പയോ ഉണ്ടെങ്കിൽ. 2-ാമത്തെ വചനം കൂടെ വായിച്ചാലും, നിങ്ങൾ ഏകഹൃദയവും ഏകസ്നേഹവുമുള്ളവരായി ആത്മാവിലും ലക്ഷ്യത്തിലും ഏകീഭവിച്ച് എൻ്റെ സന്തോഷം സമ്പൂർണ്ണമാക്കുവീൻ. Hallelujah. ഹല്ലേലൂയ. Paul is under house arrest. പൗലോസ് ഇപ്പോൾ വീട്ടു തടങ്കലിലാണ്. But he says, if you do so and so things, my joy will be complete. ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എൻ്റെ സന്തോഷം സമ്പൂർണ്ണമാകും. Hallelujah. ഹല്ലേലൂയ. If you get along well, I will be happy. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കും. A minister, a pastor is happy when all people are living in perfect unity. ഓർക്കുക, ഒരു ശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ എപ്പോഴും സന്തോഷവാനാകുന്ന ജനങ്ങൾ ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുമ്പോഴാണ്. It's time for a hallelujah. ഇതിപ്പോ ഒരു ഹാലലുയ പറയാൻ സമയമായി. സമ്മതിക്കുന്നെങ്കിൽ ഉറക്കെ ഒരു ഹാലലുയ പറയാമോ? ആമേൻ. See, if there is any problem in any blessing group, that minister is hurt. ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് നയിക്കുന്ന ആ ശുശ്രൂഷകൻ വളരെയധികം മുറിവേൽക്കും. He can't sleep. അദ്ദേഹത്തിന് ചിലപ്പോൾ ഉറങ്ങാൻ പോലും സാധ്യമല്ലാതെ വരും. Those 2 persons are quarreling. കാരണം 2 പേർ അതിനുള്ളിൽ വഴക്കുണ്ടാക്കുകയാണ്. The minister can't have the real peace. ആ ശുശ്രൂഷകൻ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ സാധ്യമല്ല. Hello. ഹലോ. In the same way, even though Paul is in Rome, he is always thinking of the unity of the church in Philippi. ഇതുപോലെ തന്നെ ഫിലിപ്പിയിലുള്ള ദൈവമക്കളുടെ ഐക്യതയുടെ കാര്യത്തിലും പൗലോസ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, he is giving 8 things every child of God or the community of the children of God should have. ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ ഒരു ദൈവസഭയിൽ എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ആവശ്യമായിട്ടുള്ള 8
8 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. I'm going to give you the list now. ഞാൻ അതിന്റെ പട്ടിക ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. But tell your neighbor 8 things. പക്ഷെ അടുത്തിരിക്കുന്ന ആളോട് അതിനു മുമ്പ് പറയണം 8 കാര്യങ്ങൾ. പറഞ്ഞേ 8 കാര്യങ്ങൾ. എത്ര കാര്യങ്ങൾ? How many? എത്ര കാര്യങ്ങൾ? 8 things. 8 കാര്യങ്ങൾ. Are you ready for the number 1? ഒന്നാമത്തെ കാര്യത്തിന് നിങ്ങൾ തയ്യാറാണോ? ആമേൻ കേൾക്കട്ടെ. Number 1, encouragement from unity with Christ. ഇവിടെ നാം ഒന്നാമതായിട്ട് നാം കാണുന്നത് ക്രിസ്തുവുമായുള്ള ഐക്യതയിലുള്ള പ്രോത്സാഹനം. Hallelujah. What do you understand? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? If you want to have any encouragement in life, you should have unity with Christ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവുമായി ഒരു ഐക്യ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. Hello. You are sitting here good, but do you have a personal level relationship with Christ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം, ഐക്യതയുടെ ബന്ധം നിങ്ങൾക്കുണ്ടോ? Or you have only a vague idea somewhere in the blessing center with some people Jesus is real, but I am coming here because of my wife. എന്നാൽ ഒരു വെയ്ഗായിട്ടുള്ള വികലമായിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ളൊരു ധാരണയിൽ അതെ ഞാനിങ്ങനെ ബ്ലെസ്സിങ് സെന്ററിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യ വരുമ്പോൾ അവളുടെ കൂടെ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഭാര്യ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ? Are you coming because of that? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അവളുടെ കാവൽക്കാരിയാകാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? Some husbands come to blessing centers because of that, because he is afraid. She is going week after week to blessing center. If I am not going, she will run away with a prayerful man. ചില പുരുഷന്മാരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, എല്ലാ ആഴ്ചയിലും ഇവള് ബ്ലെസ്സിങ് സെന്റർ എന്നും പറഞ്ഞ് കെട്ടൊക്കെ എടുത്ത് പോകുന്നുണ്ട്, എല്ലാ ആഴ്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആരുടെങ്കിലും കൂടെ അവള് പൊക്കളഞ്ഞാലോ? I am speaking truth. ഞാൻ സത്യമാണ് പറയുന്നത്. Do you have a personal level relationship with Jesus? യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? Let me tell you something. Because your wife is a prayerful lady, you will not go to heaven. നിങ്ങളുടെ ഭാര്യ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. You should be born again. നിങ്ങൾ വീണ്ടും ജനിച്ചേ മതിയാകൂ. You should be saved for your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. Hallelujah. Hallelujah. If you want to have eternal life, you should be saved. നിങ്ങൾക്ക് ഒരു നിത്യജീവൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. Hallelujah. Hallelujah. Now some children, some youths, they know something. My mummy is praying, my daddy is praying. In their care of, I will go to heaven. ചില കുട്ടികൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അപ്പ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്നാണ്. മമ്മിയുടെ സാരിയെ തൂങ്ങി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ആമേൻ. You should be saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. You should give your heart to God. നിങ്ങളുടെ ഹൃദയം യേശുവിന് നിങ്ങൾ കൊടുത്തേ മതിയാകൂ. Everyone sitting here, you should have a personal level relationship with Christ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി ക്രിസ്തുവുമായി ബന്ധത്തിന്റെ ഒരു ലെവൽ നിങ്ങൾ സൂക്ഷിച്ചേ തീരൂ. From that unity, you will have an encouragement in life. ആ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കാൻ തുടങ്ങും. That is called encouragement from unity with Christ. അതിനെയാണ് ക്രിസ്തുവിലുള്ള ഐക്യതയാൽ ഉണ്ടാകുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത്. People will put you down, but Jesus will never put you down. ജനങ്ങൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, എന്നാൽ ഒരിക്കലും നിങ്ങളുടെ യേശു നിങ്ങളെ താഴ്ത്തുകയില്ല. Hello. Hallelujah. He will only promote you. He will never demote you. യേശു നിങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തുകയുള്ളൂ, അവർ നിങ്ങളെ ഒരിക്കലും താഴ്ത്തുകയില്ല. Do you know something? When Jesus was here on earth,
Adulterers were brought to him. Sinners were brought to him. Tax collectors were brought to him. Sick people were brought to him. Jesus never said any hard word to them. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് വ്യഭിചാരികൾ പലരും വന്നു ചേർന്നിരുന്നു. മാരക പാപം ചെയ്ത കുലപാതകന്മാർ വന്നിരുന്നു. മോഷ്ടാക്കൾ പലരും വന്നു ചേർന്നിരുന്നു. പക്ഷെ അവരെ ആരും കടുപ്പമുള്ള വാക്കുകൾ പറഞ്ഞ് യേശു അവരോട് സംസാരിച്ചില്ല. He was hard on the Pharisees and Sadducees and the religious figures. പകരം അവൻ ചെയ്തത് എന്തെന്ന് നോക്കൂ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അവരുടെ നിയമങ്ങൾക്കെതിരെയായിരുന്നു അവൻ കടുപ്പമുള്ള വാക്കുകൾ പ്രയോഗിച്ചത്. But to sinners he said, "Son, I have forgiven you." എന്നാൽ പാപികളെ നോക്കിയിട്ട് യേശു എന്താ പറഞ്ഞ? മകനെ, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. Adulterous woman, lady, nobody stoned you. I am not judging you. Live a holy life. വ്യഭിചാരിണിയായ സ്ത്രീയുടെ അടുക്കൽ യേശു നിന്നിട്ട് എന്താ പറഞ്ഞ? സ്ത്രീയെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. All sinners are welcome to Jesus. എല്ലാ പാപികൾക്കും യേശുവിന്റെ അടുക്കിലേക്ക് സ്വാഗതമുണ്ട്. Smokers, adulterers, drinkers, anyone can come to Jesus. No problem. പുകവലിക്കാർക്കോ മദ്യപാനികൾക്കോ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവർക്കോ ഏത് തരത്തിലുള്ള മാരക പാപം ചെയ്യുന്നവർക്കും യേശുവിന്റെ അടുക്കിലേക്ക് സ്വാഗതമുണ്ട്. That was the very purpose of Jesus coming to the earth. കാരണം ഈ ഭൂമിയിലേക്ക് യേശു വരുവാനുള്ള ഉദ്ദേശ ലക്ഷ്യം പോലും ഇതിനു വേണ്ടിയിട്ടാണ് യേശു വന്നത്. That's why without any guilty conscience, any problem, any time you can approach Jesus. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കുറ്റബോധവും ഇല്ലാതെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കും. Somebody shout hallelujah. മനസ്സിലായവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും, A bigger hallelujah to the Lord. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും, Hallelujah. ഹല്ലേലൂയ. നാളെ നമുക്ക് കട്ടപ്പനയിൽ, ഇടുക്കി ജില്ലയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആൻഡ് ഐ ഇൻവൈറ്റ് യു ഓൾ, തീർച്ചയായും വരണം. മറ്റന്നാൾ ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ ഞങ്ങൾ വീണ്ടും വരികയാണ്, ടീമായി വരികയാണ്. എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ എടുക്കാൻ മറക്കരുത്. ആശമാരി, അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിൽ മലയാളത്തിലുണ്ട്. കൂടാതെ നിരവധി വചന സന്ദേശങ്ങളുടെ CD-കൾ നിങ്ങൾക്കവിടെ ലഭിക്കും. മറ്റ് പലതും നിങ്ങൾക്കവിടെ ലഭിക്കും. എല്ലാറ്റിലുപരിയായി നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ഒക്കെ ഇടയാം. ഇത് കൂടാതെ ഓഗസ്റ്റ് 9, 10, 11 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ടീം ആയി ഞങ്ങൾ സാധാരണ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നത് പോലെയല്ല, കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നും കേരളത്തിലെ പല ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നിന്നുമുള്ള ടീം, ഒരു വലിയ ടീം കോഴഞ്ചേരിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കൊച്ചിയിലൊരു ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് പല ജില്ലകളിൽ നടത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ഈ മെഗാ ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും വ്യക്തിപരമായി കുടുംബമായി ഒക്കെ വരുവാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ അവിടെ വന്ന് താമസിക്കുക, അല്ലെങ്കിൽ റൂംസ് എടുത്ത് താമസിക്കുക. ഈ 3 ദിവസത്തെ സാധാരണ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒറ്റ സെഷനിലാണ് ഞങ്ങൾ വരുന്നത്, ഒറ്റ മീറ്റിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. 3 ദിവസങ്ങളിൽ പല സെഷനുകൾ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഒക്കെ ടീമായി വന്ന് ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹെർണിയ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്യൂമറുകളും മുഴകളും യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. മാരക രോഗങ്ങൾ, റെയർ ഡിസീസുകൾ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പേരിൽ ഒരാൾക്ക്, ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്കൊക്കെ വരുന്ന അപൂർവ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഗംഗാധരൻ എന്നു പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. ആ വ്യക്തിയുടെ ശരീരത്തിലെ പല രോഗങ്ങൾ സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് വളരെ നാളുകളായി കുറേ സമയമായിട്ട് ജോലിക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല, അതുപോലെ നിങ്ങൾ
ഹോസ്പിറ്റലിലും വീട്ടിലുമായി കഴിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കാൽ മുട്ടിൻ്റെ തേയ്മാനം പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ചിലരുടെ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ടുകാലിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ മാറിപ്പോട്ടെ. ചില കേൾവി ശക്തി കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്നു. കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. മൂക്കിൻ്റെ അകത്ത് ദശ വളർന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു ലോർഡ്. വലിയ വിടുതലുകൾ കർത്താവെ അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയും. ജനത്തെ തൊട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമാണ്. മറക്കരുത് മറ്റുള്ളവരോട് ബ്ലെസ്സിംഗ് ടുഡേയെ കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: നഥാനയേലിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞതാര്? ഹു ഷെയർഡ് അബൌട്ട് ജീസസ് ടു നഥാനയേൽ? ഓപ്ഷൻസ്: എ അന്ത്രയോസ്, ബി ഫിലിപ്പോസ്, സി യാക്കോബ്, ഡി യോഹന്നാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.